കോഴിക്കോട് മീൻചന്തയിൽ ബസ് ഷെൽട്ടർ തകർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കാലിന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജിന് മുന്നിലുള്ള ഈ കാണുന്ന ബസ് ഷെൽട്ടർ തകർന്നു വീണാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത്. മടവൂർ സ്വദേശിയായിട്ടുള്ള അവിഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിഷ്ണയ്ക്ക് കാലിനാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്. ഈ കാണുന്ന ബസ് ഷെൽട്ടർ ഇതിന്റെ 3 തൂണുകളും ദ്രവിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യാൻ വേണ്ടി കയറിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിച്ചത്. ഏതായാലും കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോളേജ് വിടുന്ന സമയമായതുകൊണ്ട് നമുക്കറിയില്ല എത്ര കുട്ടികളുണ്ട് എന്നൊന്നും അറിയില്ല. അവിടെ വന്നപ്പോഴാണ് ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാലിന് എല്ല് പൊട്ടുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഭാഗ്യം തന്നെ പറയണം, കാരണം അത്രയും കുട്ടികൾ ഇപ്പോൾ കോളേജ് വിടുന്ന സമയം അത്രയും കുട്ടികളുള്ള സമയമാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ദൈവം സഹായിച്ചതുകൊണ്ട് മറ്റു കുട്ടികൾക്കൊന്നും ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ എന്തോ ഷീറ്റ് മാറ്റുന്ന ഇവിടെ പണിക്കാരുണ്ടായിരുന്നു. അവരും അദ്ദേഹം ചാടിയത് കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. കാരണം ഇത് വലിയൊരു അനാസ്ഥ തന്നെയാണ്. ഇത് നാഷണൽ ഹൈവേൻ്റെ ഇതിൽ ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെയിൻ്റെനൻസ് ഇതുവരെ നടന്നിട്ടില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ 3 തൂണുകളും തുരുമ്പിച്ച്, പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് ആർട്സ് കോളേജാണ്. ആർട്സ് കോളേജിൽ നിന്നുള്ള മരം ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും രണ്ടുകൊണ്ടാണ് ഇത് മറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു അപകടം നടക്കുമ്പോൾ ബസ് ഷെൽട്ടറിൽ 5 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ തൂണുകളും മറ്റും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും തുരുമ്പെടുത്ത് ആകെ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ഇത് കോർപ്പറേഷന്റെ സ്ഥലമാണ്. കോർപ്പറേഷൻ ഇത് ലീസിന് നൽകിയതാണ് ഒരു സ്വകാര്യ കമ്പനിക്ക്. ആ സ്വകാര്യ കമ്പനിയുടെ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഫ്ലെക്സ് കെട്ടുമ്പോൾ ബോർഡ് വീണ് പോയി. പിന്നെ ആ മരം കാരണം കൊണ്ട് അതിന് മുകളിൽ സംഭവം നടന്നുകൊണ്ടാണ് ഇത് പോകാൻ കാരണം. 5 ഇതിനകത്തുണ്ടായിരുന്നു. അതിന് ഒരാൾ ഞാൻ പറഞ്ഞാൽ ഒരു മുന്നോട്ട് പോയി. അതാണ് പ്രശ്നമായത്. ഞാൻ മുന്നോട്ട് പോയാൽ ആ കുട്ടീൻ്റെ മുകളിൽ വീണു. 10-12 വർഷം പഴക്കമുള്ള ഒരു ബസ് ഷെൽട്ടറാണ് ഈ കാണുന്ന അവസ്ഥയിൽ നിലംപൊത്തി കിടക്കുന്നത്. നഗരസഭയിൽ ഏതായാലും ഇതുപോലെ മെയിൻ്റനൻസ് ഇല്ലാതെ കിടക്കുന്ന വേറെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുണ്ട്. നഗരസഭ ഏതായാലും ഇക്കാര്യത്തിൽ കാര്യമായ ഒരു നീക്കം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്.